ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ടെറസ് കിച്ചണിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. കുറേ യാത്രകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ യാത്രയെല്ലാം ചെയ്തു, തിരിച്ചു വന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് ബിസി ആയിപ്പോയി ഇടയ്ക്ക്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ, അപ്പോൾ നമ്മളിപ്പോൾ തായ്ലൻഡിൻ്റെ വ്ളോഗ്സാണ് ഞാനിപ്പോൾ ഇട്ട് തുടങ്ങിയിരിക്കുന്നത്. എങ്കിലും ഇടയ്ക്ക് നമ്മുടെ കുക്കിംഗ് വ്ളോഗ്സും കൂടി മിക്സ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്ക് കുക്കിംഗ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് തായ്ലൻഡ് വ്ളോഗ്സിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാം. അങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ പ്രധാനമായിട്ട് സമ്മറാണ്. സമ്മർ എന്ന് പറഞ്ഞാൽ അറിയാലോ, വേനൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നൊരു സമയമാണ്. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഈ മഴക്കാലം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മഴക്കാലം നമുക്ക് ഒരുപാട് ദുരിതങ്ങളും തരുന്നുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് വെള്ളപ്പൊക്കമായിട്ടും മണ്ണിടിച്ചിലും അങ്ങനെ പ്രളയം അങ്ങനെയൊക്കെ വന്നിട്ട് കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതെനിക്കിഷ്ടമല്ല. പക്ഷേ സാധാരണ നമ്മുടെ പണ്ടത്തെ പോലെ ഒരു മഴക്കാലം എന്നൊക്കെ പറയുമ്പോൾ തുലാവർഷവും ഇടവപ്പാതിയൊക്കെ രസകരമായ ഒരു പീരീഡായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, മാറ്റങ്ങളുണ്ട്. പിന്നെ സമയം നോക്കിയല്ലല്ലോ ഇപ്പോൾ മഴ വരുന്നതും. ഇപ്പോൾ വേനൽ മഴ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ചൂട് സമയം വളരെ കഷ്ടപ്പാടാണ് എല്ലാവർക്കും. പുറത്തേക്ക് ഇറങ്ങിയാൽ ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നതിന് എന്താണ്, അയ്യോ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഈ ഒരു ചൂട് സമയത്താണ് നമ്മുടെ സഹോദരങ്ങളെല്ലാവരും നോമ്പെടുക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും നോമ്പിൻ്റെ സമയമാണ്, പിന്നെ മുസ്ലിം സഹോദരങ്ങളാണെങ്കിലും നോമ്പ് നോക്കുന്ന സമയമാണ്. അപ്പോൾ അത്രയും സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഒരു സാക്രിഫൈസാണ് ആക്ച്വലി പറഞ്ഞാൽ. ഈ ചൂടത്ത് വെള്ളം പോലും കുടിക്കാണ്ട് ജലപാനമില്ലാതെ അല്ലേ വൈകുന്നേരം വരെ ഇരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യേണ്ട സമയമാണിത്. അപ്പോൾ അങ്ങനെ ഒരു സമയമാണ്. എങ്കിലും ഞാനിപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു, ഈ ഒരു സമ്മർ പീരീഡിൽ ഏറ്റവും കൂടുതൽ പാനീയങ്ങളാണ് കുടിക്കേണ്ടത്. പല രീതിയിൽ തണുപ്പിച്ച് കുടിക്കുന്നതാണ് നല്ലത്. ഓക്കെ, തണുത്ത ഈ കോൾഡ് വാട്ടർ അല്ലെങ്കിൽ ഐസ് എന്നുള്ളതിനപ്പുറത്തേക്ക് അത് നമുക്ക് സന്തോഷം തന്നെയാണ് ഐസൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ. എങ്കിലും ശരീരത്തിന് തണുപ്പ് കിട്ടുന്ന കാര്യങ്ങൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ശരീരത്തിനൊരു എന്താ പറയുക, ഒരു കൂളിംഗ് ഇഫക്റ്റ് കിട്ടുന്ന കാര്യങ്ങൾ. അപ്പം ഫ്രൂട്ട്സൊക്കെ ധാരാളം ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ കരിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മൾ തിങ്ങി വളരുന്ന നാട്ടിലെ ആൾക്കാരല്ലേ കേരളം. പിന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് നൊങ്കാണ്. നൊങ്ക് വളരെ നല്ലതാണ് കേട്ടോ ഈ ചൂട് സമയത്ത്. നമുക്കിവിടെ അങ്ങനെ ഒരുപാട് കിട്ടുന്നില്ല, കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. നൊങ്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി കുടിക്കുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്യണം. നൊങ്ക് സർബത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് കരിക്ക് കൊണ്ട്, ഇപ്പോൾ ഒരു കരിക്ക് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു കരിക്ക് കൊണ്ട് 2 തരം പാനീയങ്ങൾ ഉണ്ടാക്കാൻ പോണു. ഒരെണ്ണം ഒരു സർബത്ത് പോലെ ആയിരിക്കും, ഒരെണ്ണം അല്ലാണ്ടൊരു ഡ്രിങ്കായിട്ടും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമുക്ക് നോമ്പിൻ്റെ ഒരു സ്റ്റാർട്ടറായിട്ടും ഉപയോഗിക്കാം, തുടങ്ങാനായിട്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കുന്ന പാനീയമാക്കാം, അല്ലാണ്ടൊരു സമ്മർ ഡ്രിങ്കായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ തുടങ്ങിയാലോ. അപ്പോൾ ഇതിപ്പോൾ ഒരു കരിക്ക്, അതിൻ്റെ കുറച്ച് അകത്ത് കാമ്പൊക്കെ ഉള്ളൊരു കരിക്കായിരുന്നു. പക്ഷേ ഭയങ്കര ഹാർഡല്ല, സോഫ്റ്റ്. ഇതേ നോക്കിക്കോളൂ. ഈ കരിക്കിൻ്റെ വെള്ളം, ഇത് അതിനകത്തുണ്ടായിരുന്ന ഫ്ലഷി പാർട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം സെപ്പറേറ്റും ഞാൻ ഇത് വെച്ചിട്ട് വേറൊരു കാര്യം കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം കരിക്കിൻ്റെ ഉൾഭാഗം കുറച്ച് കണ്ടൻസ് മിൽക്ക് മധുരത്തിനനുസരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം 2-3 സ്പൂണിൽ കൂടുതൽ വേണമെങ്കിൽ ആക്കി. കുറച്ച് പാലും കൂടി ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. ഓവർ സ്വീറ്റായിട്ട് നമ്മൾ ചെയ്യണമെന്നില്ല. ഓക്കെ, അതിനനുസരിച്ചിട്ട് പാലൊഴിച്ചാൽ മതി. നല്ല തണുത്ത പാലാണ് ഒഴിക്കേണ്ടത്. ബാക്കി പാലും കൂടി മിക്സ് ചെയ്യാം. കുറച്ചുകൂടി ലൂസാക്കി എടുക്കാം. ഒരുപാട് തിക്കല്ല വേണ്ടത്. ഏകദേശം 1 കപ്പ് പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ടോട്ടലായിട്ട്. ആവശ്യത്തിന് മധുരമുണ്ട്, ഓവറാക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഐസ് ക്യൂബ്സും കൂടി ഞാൻ എടുത്തിട്ട് വരാം. ഇപ്പോൾ പാക്കറ്റിലൊക്കെ ഐസ് ക്യൂബ്സ് വാങ്ങാൻ കിട്ടും കേട്ടോ. വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാം, ആവശ്യാനുസരണം എടുക്കാമല്ലോ. ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ്. കറുത്ത കസ്കസ് കുറച്ച് വെള്ളത്തിൽ ഞാൻ കുതിരാൻ വെച്ചു. ഇത് 1 ടേബിൾ സ്പൂൺ ആയിരുന്നു. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ, 1/4 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു. നല്ലതായിട്ട് കുതിർന്നു. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റ്. ഇത് വളരെ നല്ലതാണ് നമ്മുടെ ബോഡിക്ക്, നല്ല കൂളിംഗാണ്. ആവശ്യാനുസരണം ഇടാം.
ഇതിലേക്കാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് ജ്യൂസ് ഒഴിക്കുന്നത്. യെസ്, ആക്ച്വലി ഞാൻ ഒരു ഗ്ലാസ്സിനാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ ഇപ്പോൾ 2 ഗ്ലാസ് നിറച്ച് കിട്ടുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ കുറച്ച് പാലും കൂടി ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5, അതായത് ടോട്ടലായിട്ട് ഞാനൊരു 1.5 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ബാക്കി ഒരു കരിക്കിൻ്റെ അകത്തെ ഭാഗം ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും ചേർത്തിട്ടുണ്ട്. കണ്ടൻസ് മിൽക്കിൻ്റെ അളവ് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ആകാം, മധുരം കുറച്ചുകൂടി വേണമെന്നുണ്ട്. ഇത് ഭയങ്കര തിക്കായിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്, കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ്. പിന്നെ ആവശ്യാനുസരണം സബ്ജ സീഡ്സ് അഥവാ നമ്മുടെ കറുത്ത കശ്കശ്, അതിപ്പോൾ ഓരോന്നും 1 ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്താണ്. അത് മുഴുവൻ എടുക്കേണ്ടി വന്നില്ല, വേണമെങ്കിൽ അത് മുഴുവൻ വേണമെങ്കിൽ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഭയങ്കര രസമാണ്, എനിക്കിഷ്ടമാണ് സബ്ജ സീഡ്സ് ഇങ്ങനെ കഴിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ അത് ഓരോന്നിലും 3-4 ടേബിൾ സ്പൂൺ വെച്ച് ഈ ടൈപ്പ് ടീസ്പൂൺ നിറച്ചെടുത്തു എന്ന് പറയാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വെച്ച് ഇട്ടിട്ടുണ്ടാകും ഇത് കുതിർന്നത്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ എക്സലൻ്റ് ആണ്. 3-4 പീസ് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ചിൽഡായിട്ട്, പാലും നല്ല ചിൽഡായിരിക്കണം. ഇത് ഹെൽത്തിയാണ്. മധുരമൊക്കെ വളരെ ലിമിറ്റഡായിട്ടേ ചേർത്തിട്ടുള്ളൂ. അത് ആവശ്യാനുസരണം ചേർത്താൽ മതി. ഇല്ലാതെയും കഴിക്കാൻ വേണമെങ്കിൽ വെറുതെ പാലൊഴിച്ചും കഴിക്കാം, മധുരം എക്സ്ട്രാ വേണ്ടാന്നുണ്ടെങ്കിൽ. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ഒഴിവാക്കിയാൽ മതി, അല്ലെങ്കിൽ അത് ചേർത്ത് കഴിക്കുക. ഇത് ഭയങ്കര രസകരമായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റിയൊരു ടെൻഡർ കോക്കനട്ട് ഒരു ഡ്രിങ്കാണ്. ടെൻഡർ കോക്കനട്ട് സർബത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ലൂസായിട്ടുള്ളൊരു സർബത്ത് സ്റ്റൈൽ. അപ്പോൾ ടെൻഡർ കോക്കനട്ട് സർബത്ത്. ഇനി അതിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് കരിക്കിൻ്റെ. അപ്പോൾ ഒരു കരിക്കിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്ത് കാണിക്കും. ഇപ്പോൾ 2 പേർക്ക് സുഖമായിട്ട് കുടിക്കാം. ഒരു 1.5 ഗ്ലാസ് പാലും കൂടി ചേർത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം ഐസാണ്. നല്ല തണുപ്പിച്ച് അപ്പം തന്നെ കുടിക്കുക. അപ്പോൾ ഇത് നല്ല ചൂടിനെ പ്രതിരോധിക്കാം. പിന്നെ വളരെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന കാര്യമാണ് കരിക്ക്. ആരോഗ്യത്തിനും വളരെ നല്ലത്. അപ്പം നോമ്പ് തുറക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാം, അല്ലാത്ത ആൾക്കാർക്ക് ഉപയോഗിക്കാം സമ്മർ ഡ്രിങ്കായിട്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം കാണാം. അപ്പോൾ നല്ല അടിപൊളി ഒരു ടെൻഡർ കോക്കനട്ട് സർബത്ത് അവിടെ റെഡി ആയിട്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം ടെൻഡർ കോക്കനട്ട് വാട്ടർ. ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം കൂടി ചേർക്കും, അതായത് ആൽമണ്ട് ഗം അഥവാ ബദാം പിസിൻ. ഈ സംഭവം എന്താ വെച്ചാൽ ഈ സമ്മറിൽ ഉപയോഗിക്കാൻ ഏറ്റവും പറ്റിയ കാര്യമാണ്. ബോഡി കൂളൻ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ശരീരത്തിന് നല്ല തണുപ്പ് കൊടുക്കുന്ന കാര്യങ്ങൾ കഴിക്കുക. ആ സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. ഇങ്ങനൊരു സംഭവമാണ്. ഇതിൻ്റെ പേര് ആൽമണ്ട് ഗം എന്നും പറയും ഇംഗ്ലീഷിൽ. ബദാം പിസിൻ, PISIN, ബദാം പിസിൻ. ഇത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാനും പറ്റും, ഒരു കുഴപ്പമില്ല, കിട്ടുന്ന സാധനമാണ്. അപ്പോൾ സംഭവം കണ്ടല്ലോ, ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കല്ല് പോലെ ഇരിക്കുന്ന വൈറ്റ്. ഒരു 3-4-5 എണ്ണം ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഇട്ട് വെച്ചാൽ, തലേ ദിവസം കിടക്കുന്ന സമയത്ത് ഇട്ട് വെച്ചാൽ രാവിലെ ആകുമ്പോൾ ഈ കണ്ടീഷനിലിരിക്കുന്നു നോക്കിക്കോളും. ഇത് പിന്നെ ഇച്ചിരി വെള്ളം കൂട്ടിയിട്ട് ചെയ്താണ്. ബ്രോക്കൺ ഐസ് പോലെ ഇരിക്കും. നമ്മൾ ഐസ് കട്ട പൊടിച്ചെടുത്ത് അങ്ങനെ ഇരിക്കും, ഏതാണ്ട് ആ ഒരു ടെക്സ്ചറിൽ വരും. നല്ല ജെല്ലി ഫോമിൽ കിട്ടും. ഇത് ഓവർനൈറ്റ് സോക്ക്ഡാണ്. 4-5 മണിക്കൂർ കൊണ്ട് ഇതുപോലെ ആകും സാധാരണഗതിയിൽ. അപ്പോൾ അത് ഞാൻ ഒരു 4-5 എണ്ണം എടുത്ത് വെള്ളത്തിൽ കുതിർത്ത്, 1 കപ്പ് വെള്ളത്തിൽ കൂടുതലുണ്ടായിരുന്നു. ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുതിർത്തെടുത്തു 5-6 പീസസ്. ഇതിൻ്റെ ഒരു എന്തേ നോക്കിക്കോളൂ, ഇത്രയാണ് ഞാൻ എടുത്തത് ആകെ. അത് അത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ആൽമണ്ട് ഗം അഥവാ ബദാം പിസിൻ എന്ന് പറഞ്ഞ ഈ ഒരു കാര്യം, ഇത് ഞാൻ പറഞ്ഞില്ല ഓൺലൈൻ വാങ്ങാൻ കിട്ടും. വാങ്ങിച്ചൊരു 1/4 കിലോ മേടിച്ച് വയ്ക്കുക. ഈ സമ്മറിൽ ഉടനീളം നമുക്ക് എല്ലാ ദിവസവും കുറച്ചായിട്ട് കഴിക്കാൻ പറ്റും. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ബോഡി കൂളൻ്റാണ് 1. 2, നമ്മുടെ വയറ് സംബന്ധമായ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് എല്ലാം അത് സോൾവ് ചെയ്ത് തരും. ഇത് കൊളസ്ട്രോൾ ഉണ്ടാക്കില്ല, കൊളസ്ട്രോൾ ഇല്ലാത്തൊരു സംഭവമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കും എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ.
പിന്നെ മസിൽസൊക്കെ സ്ട്രെങ്തൻ ചെയ്യും, നമ്മുടെ ഇമ്മ്യൂണിറ്റി എല്ലാം കൂട്ടും. ഏത് കാര്യവും അതേ ഓവറായാൽ വിഷമാണെന്ന് പറയില്ല, അമൃത് ആയാലും അങ്ങനെയാണ്. അപ്പോൾ ഓവറാക്കരുത്. നമുക്കൊരു നേരം ഒരു പ്രാവശ്യം കഴിക്കാം, കുറച്ചല്ലേ എടുക്കുന്നുള്ളൂ, അതിൽ നിന്നല്ലേ നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് ഈ സമ്മറിലെല്ലാം ഒരു കൂളൻ്റ് എന്നുള്ള നിലയ്ക്ക് നോർത്ത് ഇന്ത്യയിലെല്ലാം എല്ലാവരും ഇത് സ്ഥിരം ഉപയോഗിക്കുന്ന കാര്യമാണ്. ഇത് റോസ് മിൽക്ക്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാം, ജിഗർത്തണ്ടയിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. പലതരം മിൽക്ക് ഷേക്സിലും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഒരു തിക്കനിങ് ഏജൻ്റാണ്, ഒരു കുറുകൽ കിട്ടുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ അതിവിടെ ഒരു സൈഡിലിരിക്കട്ടെ. ഇനി നമ്മുടെ കരിക്കിൻ്റെ വെള്ളത്തിലൊന്നും കുറച്ചെടുക്കട്ടെ. ഇതിപ്പോൾ 2 കപ്പോളം ഉണ്ട്. ഇതൊന്നും കുറച്ചെടുത്തിട്ട് ഒരു കപ്പ് എടുക്കട്ടെ. അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഒഴിക്കുന്നു. 1 ടേബിൾ സ്പൂൺ 1.25 ടേബിൾ സ്പൂണൊക്കെ വരും. ഇനി കരിക്കിന് സ്വാഭാവികമായൊരു മധുരം ഉണ്ടാകും, അതൊക്കെ ആണെങ്കിൽ അതൊക്കെ. പിന്നെ ഇത് സ്വീറ്റായിട്ടല്ല, നിങ്ങൾക്കൊരു കുറച്ച് ഉപ്പ് രസത്തിലാണ് വേണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് ചേർത്താലും മതി പഞ്ചസാരയ്ക്ക് പോലെ. അപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി ഷുഗർ ചേർക്കുന്നു. അതിന് പകരം തേൻ വേണമെങ്കിലും ചേർക്കാം, നിർബന്ധമില്ല. പഞ്ചസാര, തേൻ ചേർക്കാം. അല്ലെങ്കിൽ ഈ കരിക്കിൻ്റെ ഒരു മധുരവും പിന്നെ ഇതിൻ്റെ ഒരു പുളിയും ഇച്ചിരി ഉപ്പും കൂടി ആണെങ്കിൽ നാരങ്ങയുടെ ഇതാണെങ്കിൽ അങ്ങനെ ആ ഒരു മെത്തേഡിലും ചെയ്യാം. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പുതിന ഇല 4-5 ഇടുന്നു. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ പുതിനയുടെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്തത്. ഓക്കെ, യെസ്. അപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്ത കാര്യം ഈ കരിക്കിൻ്റെ വെള്ളത്തിലേക്ക് ഒഴിക്കാം. യെസ്. അപ്പോൾ പഞ്ചസാരയെല്ലാം അതിനകത്ത് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. ഇനി ഇതിനകത്തേക്കാണ് ബദാം പിസിൻ ചേർക്കാൻ പോകുന്നത്. കൂളൻ്റ്. യെസ്. ഇനി നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റാം. ധാരാളം ഐസ് ക്യൂബ്സ്. ഇനി നമ്മുടെ കസ്കസ്, കുതിർത്ത് വെച്ചിരിക്കുന്ന കറുത്ത കസ്കസ് ഇടാം. അതെല്ലാത്തിലും ആകാം കേട്ടോ, അത് ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് വളരെ ടേസ്റ്റിയാണ്. കാണുമ്പോൾ തന്നെ ഒരു കൂളിംഗ് ഫീലിംഗ് ഇല്ലേ കിട്ടുന്നത്, ഭയങ്കര ഒരു കൂൾ ഫീല്, അടിപൊളിയാണ്. 2ാമത്തെ ഗ്ലാസ് സെയിം മെത്തേഡ്. ഞാൻ തിരിച്ച് മിക്സിയുടെ ബൗളിലേക്ക് മാറ്റി, കാര്യം ഒഴിക്കുമ്പോൾ കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റാക്കി. ഇത് നമ്മൾ ഒരുപാട് തിക്കായിട്ടല്ല, നമ്മളിപ്പോൾ ആ ബദാം പിസിൻ ചേർത്തിരിക്കുന്നതും കുറച്ച് ലൂസായിട്ടാണ് കൺസിസ്റ്റൻസി. ഭയങ്കര തിക്കനിങ് ഏജൻ്റാണ്. അത് വേണമെങ്കിൽ തിക്കായിട്ട് വേണമെങ്കിലും ചെയ്യാം. നമ്മളിപ്പോൾ ജിഗർത്തൻ്റെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ കാണാൻ പറ്റും. ഇതൊരു ട്രാൻസ്പെറൻറ്റ് ലുക്ക് ആയതുകൊണ്ട് എല്ലാം അങ്ങനെ തന്നെയാണ്. ആ പുതിനയുടെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ മാത്രമേ ഉള്ളൂ. ഭയങ്കര കൂളിംഗ് ഫീലല്ലേ, അടിപൊളിയായിട്ട് വന്നിട്ട്. ഇതിപ്പോൾ എത്ര ഗ്ലാസ് കിട്ടുമെന്നറിയാമോ? ഇതുപോലെ ഒരു 3 ഗ്ലാസ്സിനുള്ള കാര്യമുണ്ട്. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സും കൂടി എടുത്തിട്ട് വരാം. അപ്പോൾ ധാരാളം ഐസ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കിട്ടുന്നത്, കുറേ കൂടുതലായിട്ട് ക്വാണ്ടിറ്റി കിട്ടുന്നത്, ഐസും എല്ലാം കൂടി വരുമ്പോൾ. അപ്പോൾ മധുരം അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്താൽ മതി. ഇനി ഒരു കുട്ടി ഗ്ലാസ്സിലേക്കും കൂടി തികയും. എന്ത് ക്വാണ്ടിറ്റി ആയി നോക്കൂ, ഒരുപാട് കിട്ടി. ഒരു കരിക്കിൽ നിന്നും വിസ്മയമാണിത് സത്യം പറഞ്ഞാൽ. ഗ്ലാസിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് അതും കഴിയും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സാണ് ഞാനൊരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിരാൻ വെച്ചത്. കാണുമ്പോൾ തന്നെ ഇങ്ങനെ എന്താ പറയുക, ഒരു കൂളിംഗ് ഇഫക്റ്റ് എന്നുള്ളതല്ല, കൂളിംഗ് ഫീലാണ് കിട്ടുന്നത്. ശരിക്കും ആ ഒരു കാഴ്ചയിലുള്ളൊരു ഭംഗി നോക്കി
അതിൻ്റെ ആ ഒരു കൂളിങ്. അങ്ങനെ ഒരു കരിക്ക് കൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളുണ്ടാക്കി നോക്കിക്കോളൂ. ഒരു അലങ്കാരം വേണമെന്നുണ്ടെങ്കിൽ ഒരു പുതിന വെച്ചിട്ട് വേണമെങ്കിൽ അലങ്കരിക്കുക. എല്ലാം അലങ്കരിക്കത്തില്ല, ഞാൻ ഒരെണ്ണം. ഓക്കെ. ഇത് ഞാൻ മോളീസ് ഗാർഡനിൽ നിന്ന് പറിച്ചിട്ട് വന്നതാണ്. പക്ഷേ മുഴുവനും എല്ലാത്തിനെയും അലങ്കരിക്കണമെങ്കിൽ ഇനിയും കുറേ കൊണ്ട പറിച്ചുകൊണ്ട് വരണം. പാവമല്ലേ, എല്ലാത്തിനെയും ഉപദ്രവിക്കേണ്ട. സോ ഐ വിൽ അഡ്ജസ്റ്റ്. അപ്പോൾ 2 തരം ഡ്രിങ്കാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ടെൻഡർ കോക്കനട്ട് കൂളൻറ്റ് ആൻഡ് ടെൻഡർ കോക്കനട്ട് സർബത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പാലൊക്കെ ചേർത്തല്ലേ, കുഴപ്പമില്ല. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ സമ്മറിന് നിങ്ങൾക്ക് സുഖമായിട്ട്, അപ്പോൾ ഒരു കരിക്ക് കൊണ്ട് എത്ര പേർക്ക്, 1 2 3 4 5 6 ഏകദേശം ഒരു 6 പേർക്കുള്ള കുടിക്കാനുള്ള കാര്യമായി. കൂളായിട്ട് ഇത് ഉണ്ടാക്കി വെച്ചാൽ വീട്ടമ്മമാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ നോമ്പില്ലാത്തവർക്ക് ഡേ ടൈമിലും എല്ലാം കുടിക്കാം. നോമ്പുള്ളവർക്കാണെങ്കിൽ നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് പാനീയങ്ങൾ കുടിക്കുന്ന കൂട്ടത്തിൽ ഇത് കുടിക്കുക. ഇത് കൂളിംഗാണ്, ഭയങ്കരമായിട്ട് വയറിന് നല്ലൊരു കൂൾ ഇഫക്റ്റ് കിട്ടും. നിങ്ങൾക്ക് ആരോഗ്യം ശക്തിയെല്ലാം കിട്ടും. ഇതാണെങ്കിലും ഭയങ്കര രസമായിട്ട് കഴിക്കാം. ഓവർ സ്വീറ്റ് ആക്കരുത്, കുറച്ച് ലൂസായിട്ട് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമുക്കൊരു ടെൻഡർ കോക്കനട്ട് പുഡിങ് എല്ലാം ചെയ്യുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും. പക്ഷേ ഭയങ്കര ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ചെയ്യുക, ഭയങ്കര രസമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടമായില്ലേ? ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. അയ്യോ, ഞാൻ കുടിച്ചില്ല. ആദ്യം നമ്മുടെ കുട്ടിയെ എടുക്കാം, സ്മോൾ വൺ. ലൈറ്റ് മധുരമേ ഉള്ളൂ കേട്ടോ. കാര്യം 2 സ്പൂൺ പഞ്ചസാരയിലേ ചേർത്തുള്ളൂ, ടീസ്പൂൺ. ഇത്രയും കിട്ടിയില്ലേ, അത് കരിക്കിൻ്റെ ഒരു മധുരമുണ്ട്. ആ കരിക്കിൻ്റെ വെള്ളത്തിൽ നല്ല സ്വീറ്റായിരുന്നു അത്. പിന്നെ ആ നാരങ്ങയുടെ ഒരു ചെറിയ പുളിയുണ്ട്, പുതിനയുടെ ടേസ്റ്റും മണവും ഫ്ലേവറും ഉണ്ട്. പിന്നെ കൂളൻ്റ് ഉണ്ട് ഇതിനകത്ത്, ബദാം പിസിൻ ഓർ ആൽമണ്ട് ഗം. പിന്നെ നമ്മുടെ കറുത്ത കഷ്കശം എല്ലാം കൂടി വരുമ്പോൾ ആഹാ, എൻ്റെ ദൈവമേ, എൻ്റെ ഇവിടെ തൊട്ട് ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ കറക്റ്റായിട്ട് വരികയാണ്. ഓക്കെ, ഇനി നമ്മുടെ ടെൻഡർ കോക്കനട്ട് മിൽക്ക് സർബത്ത്. ഓക്കെ, ആഹാ, എന്താ രുചി, ഒരു രക്ഷയില്ലാത്ത രുചിയാണ്. ഞാൻ മധുരം വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഹെൽത്തിൻ്റെ കാര്യം ആലോചിച്ചത് ഞാൻ അങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. അത് സെറ്റിലായിട്ടുള്ളൊരു മധുരമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്വീറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്കിൻ്റെ അളവ് കുറച്ചുകൂടെ ഒന്ന് കൂടുതൽ കൊടുത്താൽ മതി. 3 ടേബിൾ സ്പൂൺ എന്നുള്ള 4 5 വരെ ആകാം. ആഹാ, എന്താ രുചി, നിർത്താനേ തോന്നില്ല. ഇതൊരു കാര്യം മുഴുവൻ ഞാൻ കുടിച്ച് തീർക്കാൻ പോകാൻ. പിന്നെ ഇതിൽ ആ കൂളൻ്റ് ഉണ്ട്, അതുകൊണ്ട് ടെൻഡർ കോക്കനട്ട് കൂളൻ്റ്. എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. വീട്ടമ്മമാർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാം, വീട്ടിലെ മറ്റംഗങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, വീട്ടിലെ മുതിർന്ന ആൾക്കാർക്കും ഈവൻ കുട്ടികൾക്ക് വരെ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് മനസ്സിലാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.